ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എൻ്റെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേ ചെറുതായിട്ട് ആഘോഷിക്കുകയാണ്, വലുതായിട്ടൊന്നും അല്ല കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ സ്പൈഡർമാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ള കേക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 കൊച്ചുമക്കളാണ്, അതിൽ മൂത്ത ആളാണ് ഇയാൾ. അപ്പോൾ കണ്ടോ, എനിക്ക് കേക്കൊക്കെ തരിക കേട്ടോ വായിലോട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അന്ന് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചത് ചെറുതായിട്ട് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ചെറിയ ആഘോഷമൊക്കെ നടത്തി. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കൊച്ചുമോനിക്ക് പുറത്ത് പോകാതെ ഭയങ്കര സങ്കടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയും, പപ്പമ്മ പാർക്കിലേക്ക് പോവുക, പാർക്കിൽ കൊണ്ടുപോകുന്നു. പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നേ ഇല്ല. എൻ്റെ കൊച്ചുമോനെ പാർക്കിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ടൈം കിട്ടുന്നില്ല. പക്ഷേ ബർത്ത്ഡേ ദിവസം ഞാൻ സമയം കണ്ടെത്തി. അന്ന് സൺഡേ ആണ്, കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ്റെ ഇഷ്ടം അന്നാണ് ഞാൻ സാധിച്ചു കൊടുത്തത് കേട്ടോ. അതിൻ്റെ മുന്നേ ഒരിക്കൽ പോയി, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നാണ് ഞാനും എൻ്റെ മരുമോളും കൊച്ചുമക്കളും കൂടെ പാർക്ക് കാണാൻ പോകുന്നത് ഉണ്ടോ. അപ്പോൾ എൻ്റെ കൊച്ചുമോനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. നല്ല തിരക്കുണ്ട് കേട്ടോ, കാരണം സൺഡേ ദിവസമല്ലേ, നല്ല തിരക്ക് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫാമിലീസ് ഉണ്ട്. കുഞ്ഞു വാവുകൾ തൊട്ട് വലിയ കുട്ടികൾ വരെ ഉണ്ട്. അതുപോലെ പേരൻസും കുട്ടികൾ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അവരിങ്ങനെ കുട്ടികളുടെ ഇതൊക്കെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരും വന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പാർക്ക് കാണാൻ നല്ല ഭംഗിയാണ്, കണ്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ പാർക്കാണത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നല്ല ടൈം പോകാനും അതുപോലെ തന്നെ ഇഷ്ടം പോലെ കാണാനും ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളി സാധനങ്ങളുണ്ട്. എത്ര ഐറ്റംസ്, ഊഞ്ഞാല്, എന്തെല്ലാം വേണം ഇവിടെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണേ. അടിപൊളി പാർക്കാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിലെ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചുമോനെയും കൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, എൻ്റെ മക്കളെയും കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുക കേട്ടോ. ശനി ഞായറും നല്ല തിരക്കാണെന്ന് പറയുന്നത് കേട്ടോ. ശനി ഞായറും 1 മണി തൊട്ട് 8 മണി വരെ ഉണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾ 8 മണി വരെ നിന്നില്ല. മറ്റുള്ള ദിവസങ്ങൾ 3 to 6:30 കേട്ടോ, 6:30 7 മണി വരെയാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള പാർക്കും നല്ല ഇഷ്ടം പോലെ ആൾക്കാരെ കാണാനും സാധിച്ചു. ചില ടീമുകളെ, ചില ഫാമിലീസിനെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് ഇരുന്നു, പുല്ലിലൊക്കെ ഇരുന്നു. അങ്ങനെ കൊച്ചുമക്കൾക്ക് ഫുഡൊക്കെ കൊണ്ടുവരുന്നു, അതൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾ കൊടുത്തു. അങ്ങനെ നടന്ന് എല്ലാവിടെയും കണ്ട് സമാധാനത്തെ ആശ്വാസത്തിൽ കണ്ട ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി നമ്മുടെ ഗാന്ധിജിയെ കണ്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം കറങ്ങി അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ട് സമാധാനത്തിൽ തന്നെ എല്ലാവിടെയും ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്ന. കൊച്ചുമോൻ്റെ ആഗ്രഹം മാറ്റി കൊടുത്തു. പാർക്ക് ഇപ്പോൾ എനിക്ക് അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ബോറടിക്കണേന് കൂട്ടിയിട്ട് പോകാം. പക്ഷേ എനിക്ക് സമയമില്ല, അതാണ് മെയിൻ പ്രശ്നം. ടൈം കിട്ടാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. കൊച്ചുമോൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചു പറയും, എന്നോട് പറയാറുണ്ട്, പപ്പമ്മ ബോറടിക്കണു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഞാൻ ഇരുന്ന് ചിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, എന്തായാലും പോയി കഴിഞ്ഞാൽ 1-2 മണിക്കൂർ വേണം. ഇപ്പോൾ നമ്മളില്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും കയറി വരുന്നത് നമ്മൾ അന്വേഷിച്ചിട്ട്. കണ്ടോ, ആന കണ്ടോ, ഗമ്യാന. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. മണിക്കൂർ കണക്ക് കാണാനും ഉണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങി ആസ്വദിച്ച് വരുമ്പോൾ ഇഷ്ടംപോലെ ടൈമും വേണം കേട്ടോ. നമുക്കങ്ങനെ ഓടി കാണാനല്ല, ഇഷ്ടംപോലെ നമുക്ക് ആസ്വദിച്ച് കാണുകയാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട്. ഇഷ്ടംപോലെ പുല്ലുകൾ, ചെടികൾ, അതുപോലെ കൊച്ചുമക്കൾക്കുള്ള കളി സാധനങ്ങൾ. പിന്നെ അതുപോലെ കണ്ടോ, ആനയൊക്കെ നിൽക്കുന്ന എന്ത് ഭംഗിയാണ്, കണ്ടോ എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അടിപൊളിയായിട്ട് നല്ല ശരിക്കും സൂപ്പറായിട്ടില്ലേ. അങ്ങനെ അവിടെ മൊത്തം അന്ന് കറങ്ങലായിരുന്നു കേട്ടാ. എല്ലാവിടെയും കറങ്ങി കണ്ടിട്ടാണ് ഞാൻ വന്നത്. എന്ത് ഭംഗിയല്ലേ, ആ ചെടികളൊക്കെ ഒപ്പം സമത്തിൽ വെട്ടിവിട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. പാർക്ക് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പാർക്ക് കാണാൻ പോവണേ. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ളവർ, എന്നെങ്കിലും പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും പോകണം. കുറച്ച് ദൂരം അകലെയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നെഹ്റുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നെഹ്റുവിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കറങ്ങി, ബാക്കൊക്കെ കറങ്ങി നമ്മൾ ഫ്രണ്ടിലെത്തി. ഇനി നമ്മൾ പോകുന്നത് കൊച്ചുമോനെ ഊഞ്ഞാലിരുത്താൻ പോവാണ് കേട്ടോ. ഊഞ്ഞാലിൽ റൗണ്ട് വണ്ടികളിലൊക്കെ നമ്മളങ്ങനെ ഇരുത്താനായിട്ട് ആ ഭാഗത്തോട്ടാണ് പോകുന്നത്.
ഇവിടെയാണ് കുട്ടികൾക്കുള്ള കളിസ്ഥലം കേട്ടോ. അതാ ഉണ്ടോ, ഈ സൈഡാണ്, റൈറ്റ് സൈഡാണ് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും. കണ്ടോ, അങ്ങനെ എല്ലാ ഊഞ്ഞാലും കൊട്ടി കൊച്ചിനെ ഞാൻ ഇരുത്തി, കൊച്ചുമോനെ ഇരുത്തി ആട്ടി ആഗ്രഹമൊക്കെ കഴിച്ചു കൊടുത്തു മോന്. അവസാനം പറഞ്ഞ് വയ്യ പപ്പമ്മ പോവാന്ന് പറഞ്ഞപ്പോഴാണ് വന്നുകണ്ടോ ഊഞ്ഞാലാടുന്നുണ്ടോ. അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഈ ടൈമിലൊക്കെ. സത്യം പറഞ്ഞാൽ കുട്ടികളിപ്പോൾ എൻ്റെ ഹോസ്റ്റലിലെ കുട്ടികളെ ഇടയ്ക്ക് പറയും പാർക്കിൽ പോയിട്ട് വരട്ടെ ആൻറ്റി എന്ന്. ഞാൻ ഓക്കെ എന്ന് പറയും, കാരണം നല്ല ടൈം പാസ്സാണ്. അവിടെ പോയി ഇരുന്നാൽ ടൈം പോകുന്നതും അറിയില്ല, കുട്ടികൾക്ക് ബോറടിക്കില്ല. അങ്ങനെ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 6:30ക്കാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. 6:00ക്കാണ് ഇറങ്ങിയത്. അങ്ങനെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലുണ്ട്, ബെല്ലൈക്കൻ അമർത്തുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ കഴിയൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓരോ ഐസ്ക്രീം എല്ലാം കഴിച്ചു. ഞങ്ങളങ്ങനെ ഓട്ടോ പിടിച്ചു വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട അതിനുള്ള എല്ലാം ചെയ്തിട്ടാണ് വന്നിരിക്കണം. ഫുഡെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇനി പോയി സന്ധ്യ ആകുമ്പോഴേക്കും അവിടെ എത്തണമല്ലോ. അപ്പോൾ ഞാൻ കൊച്ചുങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റോടെ നമ്മുടെ വീടെത്തും. നമ്മൾ തങ്കമണി കയറ്റി എത്തി. അങ്ങനെ നമ്മുടെ വീടെത്താറായി കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചുമോനൊരു പ്രസൻറ്റ് ഞാൻ കൊടുക്കുകയാണ് ബർത്ത്ഡേ ആയിട്ട്. എൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ബർത്ത്ഡേ ടൈമിൽ കൊടുക്കാൻ മറന്നുപോയി. അതാണ് പാർക്കിൽ പോയി വന്ന ശേഷമാണ് ഞാൻ കൊച്ചുമോന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത്. കണ്ടോ, പാട്ട് പാടുന്ന ഡോളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എൻ്റെ കൊച്ചുമോനിക്ക് ഭയങ്കര ഇഷ്ടം. പറഞ്ഞാൽ ഫുൾ ഹാപ്പിയിലാണ് ആളിത് കിട്ടിയ ശേഷം, ഫുൾ ഹാപ്പിയിലാണ്. അടിപൊളി പാവ, അടിപൊളി പാവ പറഞ്ഞാൽ അടിപൊളി പാവ. നമ്മൾ സംസാരിക്കണതിൻ്റെ ഒപ്പം സംസാരിക്കാൻ, ഡാൻസ് ചെയ്യാൻ നല്ല രസമാണ്. മോനക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും വാങ്ങി നോക്കൂ, കൊച്ചുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കൂ.